തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ കുഴിനഖ ചികിത്സാ വിവാദത്തിൽ IAS അസോസിയേഷനെ തള്ളി ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി. കളക്ടറുടെ വസതിയിലേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്താം എന്ന IAS അസോസിയേഷന്റെ വാദം പ്രിൻസിപ്പൽ സെക്രട്ടറി അംഗീകരിച്ചില്ല. അവധാനതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എല്ലാവർക്കും വീഴ്ച സംഭവിച്ചുവെന്നാണ് ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് അനീഷിന്റെ റിപ്പോർട്ടിലെ പരാമർശം. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. അലക്സ്, തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിയിൽ ശരി കണ്ടെത്താനുള്ള ശ്രമമാണായിരുന്നു IAS അസോസിയേഷന്റേത്. അങ്ങനെയാണ് അവരുടെ വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടതും. അതിനെ പൂർണ്ണമായി തള്ളുകയാണോ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട്? എന്താണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? എന്താണ് കണ്ടെത്തൽ? ഗോപി, ആ വാദം തള്ളുകയാണ് ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന്റെ റിപ്പോർട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ ചീഫ് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി ഉണ്ടായിരുന്നു കളക്ടറുടെ ഈ നടപടിയിൽ. കളക്ടർ ജെറോമിക് ജോർജ് തന്റെ വസതിയിലേക്ക് തിരക്കുള്ള സമയത്ത് ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗമായി വ്യാഖ്യാനിക്കപ്പെട്ടത്. സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടേഴ്സിന്റെ സംഘടന തന്നെ പരസ്യ പ്രതിഷേധവും പ്രതികരണവുമായി രംഗത്തെത്തി. തുടർന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റവന്യൂ വകുപ്പിലെ തന്നെ ജീവനക്കാർ കളക്ടർക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. ജോയിന്റ് കൗൺസിലിലെ നേതാവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായി, റവന്യൂ വകുപ്പ് തയ്യാറായി എന്നുള്ളതാണ് സർക്കാർ തയ്യാറായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നത്. തുടർന്ന് വലിയ വാർത്തയും വിവാദവുമായി മാറിയ ഈ കാര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി തന്നെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരിൽ നിന്നും ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി മൊഴി രേഖപ്പെടുത്തി. അതായത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അദ്ദേഹം. അത് ഈ ഡോക്ടർ, ചികിത്സിക്കാൻ പോയ ഡോക്ടറാകട്ടെ, അതുപോലെ തന്നെ DMO ആകട്ടെ, സൂപ്രണ്ടാകട്ടെ, ഇനി പേരുക്കട മെഡിക്കൽ കോളേജിൽ പേരുക്കട ആശുപത്രിയിലെ സൂപ്രണ്ടാകട്ടെ, തുടങ്ങി ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്ന്, കളക്ടറിൽ നിന്ന്, അതുപോലെ IAS അസോസിയേഷനിൽ നിന്നൊക്കെ അദ്ദേഹം ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം ആരെയും, അതായത് പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആർക്കും വീഴ്ച അങ്ങനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ് പറയുന്നില്ല. പക്ഷേ അവധാനതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എല്ലാവർക്കും പൊതുവായി വീഴ്ച സംഭവിച്ചു എന്നാണ് അദ്ദേഹം ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കളക്ടറുടെ വസതിയിലേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്താമെന്ന IAS അസോസിയേഷന്റെ വാദം അത് പൂർണ്ണമായി അദ്ദേഹം തള്ളിക്കളയുന്നു. DMOയുടെ ഡോക്ടറെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ തിരക്കില്ലാത്ത ഡോക്ടറെ വിട്ടു നൽകണമായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതിനു പകരം ജനറൽ ആശുപത്രിയിൽ തിരക്കുള്ള സമയത്ത് സർജറി OPയിൽ നിന്ന് ഒരു ഡോക്ടറെ വിട്ടു നൽകാൻ പാടില്ലായിരുന്നു എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, കളക്ടറുടെ രോഗവിവരം ഡോക്ടർമാർ പുറത്തു പറഞ്ഞത് ശരിയായില്ല എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. തുടർ നടപടി എന്താണെന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാം. വേണു, ശരി, തുടർ നടപടികൾ എന്താണ് എന്ന് അടുത്ത ദിവസങ്ങളിലാണ് അറിയാൻ കഴിയുക. അലക്സ് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.